ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മഹാനക്കോൺ സ്കൈ വാക്കിലേട്ടാണ് കേട്ടോ. അതായത് ഈ സ്കൈ വാക്ക് എന്ന് പറയുന്നത് ഗ്ലാസ് ടോപ്പിലൊക്കെ നമുക്ക് നടക്കാൻ പറ്റുന്ന നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് ഫ്ലോസ് ഉള്ള ഒരു കെട്ടിടമാണിത്. നമ്മളിപ്പോൾ അതേ ലിഫ്റ്റ് കയറാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ലിഫ്റ്റ് ഇങ്ങനെ എത്രയോ സെക്കൻഡുകളാണല്ലോ കുറേ മീറ്ററുകൾ കടന്ന് പോകുന്നു കേട്ടോ. അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ഹൈറ്റ് പോകുന്നതായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ലിഫ്റ്റിൽ ഫീൽ ചെയ്യും. കണ്ടില്ലേ അതിനൊരു എഫക്റ്റ് കൊടുത്തേക്കുന്നത്? ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. കണ്ടില്ലേ സ്പീഡ് 400 മീറ്റർ പെർ മിനിറ്റിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 314 മീറ്റർ പൊക്കത്തിലാണ് ഈ സ്കൈ വാക്ക് ഉള്ളത് കേട്ടോ. അടിപൊളി സംഭവമാണ്. ഞങ്ങൾ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് എത്തിയിട്ടില്ല. ഇനി ഈ ഒരു ഫ്ലോർ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് സംഭവം. പൊക്കം പേടിയുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. എനിക്ക് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്യാവശ്യം എന്താ പറയുക കറേജസ് ആയിട്ട് തന്നെ അതിരക്കിട്ട് നടന്നു. ഈ ദിവസം ഇച്ചിരി പേടി കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. സാറാമോന് തീരെ പേടിയില്ലാന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? അവൾ അതിലെ കിടക്കിടന്ന് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഗ്ലാസ്സിൽ പോറിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് അവർ നമുക്ക് നമ്മുടെ ഷൂ കവർ ചെയ്യാനായിട്ട് ഷൂ കവറൊക്കെ തന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പേടി മാറ്റാനുള്ള ശ്രമത്തിലാണ് ജെൻസ്. പക്ഷെ അവൻ ജന്മം ചെയ്താലും താഴത്തോട്ട് നോക്കിയില്ല. ഇവിടുത്തെ വ്യൂവ് ശരിക്കും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. 360 ഡിഗ്രീസിൽ നമുക്ക് ഫുൾ വ്യൂവ് കാണാൻ പറ്റും ഇവിടുന്ന് ബാങ്കോക്കിൽ. അതായത് ഇതിന് മുകളിലൊരു ടെറസ് പോലെ കൂടിയുണ്ട്. അവിടെ നിന്നാലും അല്ലാണ്ടും നമുക്ക് ശരിക്കും ഇതിലൊക്കെ പോയി കാണാൻ പറ്റും. കുറേ നിബന്ധനകളുണ്ട് കേട്ടോ ആ സ്കൈ വാക്കിലൂടെ, അതായത് ക്ലാസിൻ്റെ സ്കൈ വാക്കിലൂടെ നടക്കാൻ കുറേ നിബന്ധനകളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പോഴാണ് ഫ്രൂട്ടിൻ്റെ അതായത് പ്യൂർലി ഫ്രൂട്ടിൻ്റെ തന്നെ ഐസ്ക്രീമൊക്കെ കണ്ടത്. അപ്പോൾ അതൊക്കെ മേടിച്ചതേ. ഇത് കണ്ടോ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കെട്ടിടമാണിത്. ബുർജ് ഖലീഫ് എന്താണെന്നറിയില്ല, ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നത് എന്താണ് സംഭവം എന്നുള്ളത്. അതിനുശേഷം അവിടെ ഒരു ലേസർ ഷോ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ടിക്കറ്റിൻ്റെ അകത്ത് ഇൻക്ലൂസീവ് ആയിരുന്നു. അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. പിള്ളേർക്കും നമുക്കും ഭയങ്കര ഫാസിനേറ്റഡ് ആകും. ഈ ലൈറ്റിൻ്റെ ഒരു ലോകമല്ലേ ഈ കാണുന്ന. എന്താ സംഭവം എന്നറിയാമോ? നമുക്കവിടെ കുറേ പടങ്ങൾ വരയ്ക്കാനുണ്ട്. ഇതത് കഴിഞ്ഞിട്ട് അവർ ആ വോളിലായിട്ട് കാണിക്കും. എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് കറക്റ്റായിട്ട് ഞങ്ങൾ മനസ്സിലായില്ലെങ്കിലും നീ നോക്കി സാറയുടെ ഈത്തിൻ്റെയും പടം ഞാനും വരച്ചു കേട്ടോ. ഞങ്ങളുടെ പടമാണ് ആ സ്ക്രീനിൽ കാണിക്കുന്നത്. എന്ത് രസമാണല്ലേ. പിള്ളേർക്ക് ഒരു ഭയങ്കര ടൈം പാസ്സായിരുന്നു കേട്ടോ. സെയിം ഞങ്ങൾക്കും അതെ കേട്ടോ. ഞാനും വരച്ചു. എൻ്റെ മൃഗവും അതിലൂടെ പോയി. ഞാനൊരു ജിറാഫിനായിരുന്നു വരച്ചത്. അതൊരു പിള്ളേർക്കും നമുക്കും ഒരേപോലെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ ലൈറ്റിൻ്റെ സംഭവങ്ങളുണ്ട്. അടിപൊളി സംഭവം കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്.